നമസ്കാരം. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അത്ഭുതം സൃഷ്ടിച്ച് ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നായ മൊണാക്കോ. കഴിഞ്ഞ ദിവസം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കെട്ടിട സമുച്ചയമാണ് ലോകത്തിന് മുന്നിൽ വിസ്മയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. കടലിൽ നിന്ന് വേർതിരിച്ചെടുത്ത ദ്വീപിൽ 4 വില്ലകളും 100 ഫ്ലാറ്റുകളുമാണ് ഇവിടെ പണിതുയർത്തിയിരിക്കുന്നത്. എന്നാൽ ഒരു വില്ലയുടെ വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. 1700 കോടി രൂപ. ഫ്ലാറ്റിൻ്റെ വിലയാകട്ടെ ഒരു സ്ക്വയർ മീറ്ററിന് 85 ലക്ഷം രൂപ. ഇവയെ ലോകത്തെ ഏറ്റവും വിലയേറിയ വീടുകളെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം വൻതോതിൽ നിറപ്പകിട്ടാർന്ന ആഘോഷങ്ങളോടെയാണ് നടന്നത്. സംഗീതമേളയും വെടിക്കെട്ടുമെല്ലാമായി തകർപ്പൻ പരിപാടിയാണ് നടന്നത്. മൊണാക്കോയിലെ അൻസേദു പോർട്രയറിലാണ് മരേട്ടറ എന്ന ഈ അത്ഭുത മന്ദിരങ്ങൾ പണിതുയർത്തിയിരിക്കുന്നത്. കടലിൽ നിന്ന് നികത്തിയെടുത്ത 6 ഹെക്ടർ സ്ഥലത്താണ് ഈ കെട്ടിട സമുച്ചയങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പാരീസ് നഗരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെ വസ്തുവിലേക്കാൾ എത്രയോ വലിയ തുകയാണ് ഇവിടെ ഒരു ഫ്ലാറ്റോ വില്ലയോ വാങ്ങാൻ ആവശ്യമായി വരുന്നത്. ലോകത്തെ ഏറ്റവും അധികം ശതകോടീശ്വരന്മാർ താമസിക്കുന്ന രാജ്യം കൂടിയാണ് മൊണാക്കോ. എങ്കിലും ഇവയുടെ ആകാശം മുട്ടുന്ന വില രാജ്യത്ത് വലിയ വാർത്തയായി മാറുകയാണ്. അതേസമയം ഇവിടെയുള്ള ഒട്ടുമിക്ക വില്ലകളും ഫ്ലാറ്റുകളും ഇതിനോടകം തന്നെ വിറ്റുപോയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 2.1 ബില്യൺ ഡോളർ ചെലവാക്കിയാണ് മരേട്ടറ നിർമ്മിച്ചിരിക്കുന്നത്. മൊണാക്കോയിലെ ആൽബർട്ടോ രാജകുമാരനും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. മൊറോക്കോയിൽ 208 ഹെക്ടർ സ്ഥലത്ത് 39,000 പേരാണ് ആകെ താമസിക്കുന്നത്. 1861 ഫ്രാൻസ് മൊണാക്കോയുടെ 95% ഭൂമി പിടിച്ചെടുത്തിരുന്നു. ലോകത്തെ സമ്പന്നരായ പലരും ഇവിടെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന നിരവധി കാരണങ്ങളുണ്ട്. മികച്ച കാലാവസ്ഥയാണ് ഇവിടെ. കൂടാതെ ഇവിടെ ആദായ നികുതി ഇല്ല. ലോകത്തെ ഏറ്റവും കുറവ് കുറ്റകൃത്യങ്ങൾ നടക്കുന്ന രാജ്യവുമാണ് മൊണാക്കോ. വർഷങ്ങൾ കൊണ്ട് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് 60 ഹെക്ടറോളം സ്ഥലം നികത്തിയെടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ. എന്നാൽ മരേട്ടറ അവയെല്ലാം കടത്തിവെട്ടുന്ന ഒന്നായി മാറിയെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇവിടെ ലോകത്തെ ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളാണ് താമസക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. കടൽ നികത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോസിഡോണിയ എന്ന അപൂർവ സസ്യത്തെ അവ നശിക്കാതിരിക്കാനായി കടലിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതിയ സമുച്ചയം വൻതോതിൽ പരിസ്ഥിതി നാശം ഉണ്ടാക്കി എന്നാണ് പ്രകൃതി സംരക്ഷകർ ആരോപിക്കുന്നത്. പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമാണ് മൊണാക്കോ. ഫ്രാൻസും മെഡിറ്ററേനിയനുമാണ് ഈ രാജ്യത്തിൻ്റെ അതിർത്തികൾ പങ്കിടുന്നത്. ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഏകാധിപത്യമാണ് ഇവിടെ നിലവിലുള്ളത്. ആൽബർട്ട് 2ാമൻ രാജകുമാരനാണ് ഭരണാധികാരി. ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം തന്നെയാണ് മൊണാക്കോ. ആൽബർട്ട് 2ാമൻ രാജകുമാരനാണ് ഇവിടുത്തെ ഭരണാധികാരി. സ്വതന്ത്ര രാജ്യമാണെങ്കിലും ഇതിൻ്റെ പ്രതിരോധ ചുമതല ഫ്രാൻസിനാണ്. ഏതായാലും ഇവിടെ ഒരു ഫ്ലാറ്റോ വില്ലയോ വാങ്ങണമെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപ മുടക്കണം എന്നുള്ളതാണ് സാധാരണക്കാരനെ ഒരു കാരണവശാലും അങ്ങോട്ട് അടുപ്പിക്കാൻ കഴിയാത്ത ഒരു ഘടകം. എന്നാൽ മൊണാക്കോ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും അധികം സമ്പന്നന്മാർ, അതും ശതകോടീശ്വരന്മാർ താമസിക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ഈ കെട്ടിട നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ ഒട്ടുമിക്ക വില്ലകളും ഫ്ലാറ്റുകളും വിറ്റുപോയിരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അവരെ സംബന്ധിച്ച് പണം ഒരു പ്രശ്നമല്ല.